കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയിൽ പോലീസിന് വിശദീകരണം നൽകി GCDAക്ക് മനഃപൂർവ്വമായി വീഴ്ചയുണ്ടായില്ല എന്ന് വിശദീകരണം. കരാർ മാനദണ്ഡങ്ങൾ പാലിച്ചോ എന്ന് പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നും GCDA. ഉമാ തോമസിനുണ്ടായ അപകടം നിർഭാഗ്യകരമെന്നും വിശദീകരണം. മൃദംഗ വിഷനുമായുള്ള കരാറിന്റെ പകർപ്പും മറുപടിക്കൊപ്പം നൽകി. കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ ആന്റണി, മൃദംഗ വിഷൻ അടക്കമുള്ള ആളുകൾ GCDAയും കൂടി പഴിചാരിയിരുന്നു ഈ ഒരു കേസ് എടുത്ത സമയത്ത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം GCDA ആസ്ഥാനത്തിനെതിരേക്ക് നടക്കുകയും ചെയ്തു. അതിലാണിപ്പോൾ അവരുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. എന്താണ് പറയുന്നത്? സ്വാതി, കല്ലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പോലീസിന് GCDA ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്: GCDAക്ക് മനഃപൂർവ്വമായ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ഈ വിശദീകരണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, കരാർ മാനദണ്ഡങ്ങൾ പാലിച്ചു എന്ന് പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നതെന്നാണ് GCDA പറയുന്നത്. അതായത് GCDAയിലെ ഏതാനും ചില ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ ഒരു പ്രാഥമിക നടപടി GCDA എടുത്തെന്നും പറയുന്നുണ്ട്. ഒരാളെ സസ്പെൻഡ് ചെയ്തതായാണ് ഈ മറുപടിയിൽ GCDA വ്യക്തമാക്കുന്നത്. ഉമാ തോമസിനുണ്ടായ അപകടം നിർഭാഗ്യകരമെന്നും GCDA പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം തന്നെ GCDA സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായും GCDA പോലീസിനെ ധരിപ്പിച്ചിട്ടുണ്ട്. മൃദംഗ വിഷനുമായുള്ള കരാറിന്റെ പകർപ്പും മറുപടിക്ക് ഒപ്പം GCDA നൽകിയിട്ടുണ്ട്. മാത്രമല്ല, വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും GCDA പോലീസിനെ ധരിപ്പിച്ചിട്ടുണ്ട്. സ്വാതി. ശരി സഹിൻ.